സൗദി അറേബ്യ നടപ്പാക്കാൻ പോകുന്ന ചരക്കു നീക്ക ട്രെയിൻ പദ്ധതിയിലൂടെ റോഡുകളിൽ നിന്നും 15 ലക്ഷം ട്രക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്ന് ഗതാഗത മന്ത്രി. 10 പുതിയ ട്രെയിനുകൾക്ക് സൗദി ഓർഡർ നൽകിയിട്ടുണ്ട്. ജിദ്ദ റിയാദ് 4 മണിക്കൂറിൽ യാത്ര ചെയ്യാവുന്ന ട്രെയിൻ പദ്ധതിയും നടപ്പിലാക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് മന്ത്രി റിയാദിൽ പറഞ്ഞു. വിശാൽ ചെർപ്പുളശ്ശേരി റിയാദിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നു. റിയാദ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗദിയുടെ വ്യാപാര രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തിരിതെളിയിക്കുന്നതായിരിക്കും ഈ പദ്ധതി. എങ്ങനെയാണ് ഈ പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ഇത് പ്രാബല്യത്തിലാകാൻ പോകുന്നത്? മിഷാൽ. ട്രെയിൻ വഴിയുള്ള ചരക്ക് നീക്ക പദ്ധതിയിലാണ് സൗദി അറേബ്യ. ഇതിനായി പ്രത്യേക ചരക്ക് നീക്ക ട്രെയിനുകൾ ഉപയോഗിക്കാനാണ് പദ്ധതി. ഗതാഗത മന്ത്രി സ്വാലിഹ് അൽ ജാസറാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. ചരക്ക് നീക്കം ഈ ട്രെയിനിലൂടെ ആകുന്നതോടുകൂടി റോഡിലെ തിരക്ക് കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. നിലവിൽ 15 ലക്ഷത്തിലധികം ട്രക്കുകളാണ് ഈ ഒരു സേവനമായി ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ സേവനം നൽകുന്നത്. ഈ 15 ലക്ഷത്തിലധികം ട്രക്കുകളെ ചരക്ക് നീക്കം ട്രെയിനിലൂടെ ആകുന്നതോടുകൂടി തിരിച്ചു വിളിക്കാൻ കഴിയും. ഇത് വലിയ രീതിയിലുള്ള റോഡ് തടസ്സങ്ങളും റോഡ് ട്രാഫിക്കും കുറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുക. അതിനപ്പുറം വലിയ രീതിയിലുള്ള ഇന്ധന ലാഭവും ഇതിലൂടെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. 30 മില്യണിലധികം ചരക്കായിരിക്കും ഈ രീതിയിൽ നീക്കാൻ കഴിയുക എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണക്കുകൂട്ടൽ. നിലവിൽ റെയിൽ നെറ്റ്വർക്ക് 5500 കിലോമീറ്റർ ആണ് നിലവിലുള്ളത്. പദ്ധതിയുടെ ഭാഗമായി ഇത് 8000 കിലോമീറ്ററായി ഉയർത്തും. ലോജിസ്റ്റിക്സ് മേഖലയെ വികസിപ്പിക്കുകയുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. സൗദി നിലവിൽ എണ്ണ ഇതര മേഖലകളിൽ വിവിധ മേഖലകളിൽ ലോജിസ്റ്റിക്സ് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയുടെ വില പലപ്പോഴും താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടുന്നതിനെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവിധ മേഖലകളിൽ സൗദി ഇത്തരത്തിലുള്ള പദ്ധതികളും നിക്ഷേപങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ഒരു പദ്ധതി നടപ്പാകുന്നതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുടെ കേന്ദ്ര ലോജിസ്റ്റിക്സ് ഹബ്ബായി മാറാൻ സൗദിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിദ്ദ, റെഡ് സീ, ദമാം, റിയാദ് തുടങ്ങിയ മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ആയിരിക്കും റെയിൽ നെറ്റ്വർക്ക് പുരോഗമിക്കുക. ഇതിലൂടെ വലിയ രീതിയിലുള്ള സമയലാഭത്തിനുള്ള സാധ്യത ഉണ്ട്. റിയാദിൽ നിന്നും ഏകദേശം 4 മണിക്കൂറിനകത്ത് ഈ ഒരു ജിദ്ദയിലെത്താൻ കഴിയുന്ന രീതിയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. 58,000 റിയാൽ ആണ് പ്രാഥമികമായി ഇതിന്റെ ചെലവായി കണക്കുകൂട്ടുന്നത്. അതുപോലെ തന്നെ യാംബു, കിങ് അബ്ദുള്ള പോർട്ട് തുടങ്ങിയ പ്രധാന വ്യവസായ നഗരങ്ങളെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പാക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിലും ഏറ്റവും കൂടുതലും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഈ ഒരു ചരക്ക് നീക്കം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന യാത്രക്കാർക്ക് മാത്രമായിട്ടുള്ള 10 പുതിയ ട്രെയിനുകളും അനുവദിക്കുമെന്ന് മന്ത്രി ഇതോടൊപ്പം അറിയിച്ചു. മിഷാലാണ് വിവരങ്ങൾ നൽകിയത്.